ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചെറിയ ഡേ ഇൻ മൈ ലൈഫിലോട്ട് സ്വാഗതം കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കുറച്ച് സമയം ഞങ്ങൾ എങ്ങനെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചെറിയൊരു കുക്കിംഗ് ഒക്കെ ചെയ്തു. പരിപ്പും തക്കാളിയും വെച്ചു. ഞാൻ എൻ്റെ ഷോർട്സിൽ പറഞ്ഞ പോലെ എൻ്റെ മമ്മിയുടെ ഒരു റെസിപ്പിയാണ് പരിപ്പും തക്കാളിയും. മമ്മിയുടെ റെസിപ്പി എന്നല്ല, അതിൽ ഇച്ചിരി മാറ്റങ്ങളുണ്ട്. പൊതുവേ എല്ലാവരും വെക്കുന്നത് ഒരു മാറ്റമുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയായിരുന്നു. പണ്ടൊക്കെ വയ്യാതിരിക്കുമ്പോഴായാലും ഞാൻ മമ്മിയോട് പറയും എനിക്ക് പരിപ്പും തക്കാളിയെങ്കിലും താ മമ്മി. അവർക്ക് ഹിസ്റ്ററിയൊക്കെ ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്തു. അപ്പോൾ എല്ലാ കുഴപ്പമില്ലാതെ കിട്ടി. പിന്നെ 2-3 മീൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഇച്ചിരി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എയർ ഫ്രയറിൽ വെച്ചതാണ്. ഫ്രീസറിൽ നിന്ന് അങ്ങനെ എടുത്ത് വെച്ചോണ്ടാണെന്ന് അറിയില്ല, 10-40 മിനിറ്റ് വെച്ചിട്ട് മീനിനൊരു വികാരം ഉണ്ടായിരുന്നില്ല. ആകെ ഒരുമാതിരി ഒരു 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 രസമില്ലാണ്ട് ആ മീൻ ഇരിക്കുന്നത്, ഫ്രൈ ആവണ പോലെ വരുന്നില്ല. ലാസ്റ്റ് ടൈമൊക്കെ ചെയ്തപ്പോൾ നല്ല രസമായിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടൈം എയർ ഫ്രയറിൽ വെച്ച്. പിന്നെ ഇപ്പോഴത്തെ ഞങ്ങളുടെ പുതിയൊരു ഹോബിയാണ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. നമ്മൾക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ ഫാൻസി കുപ്പിയൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ് കാണുമ്പോഴേലും കുടിക്കാൻ വേണ്ടിയിട്ട്. അതിൽ വെള്ളം നിറച്ചു. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്യേണ്ട ഇടയ്ക്ക് ഇതെനിക്ക് കാട്ടിത്തരണം എന്ന് തോന്നിയിട്ടു. അത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചത്. ഇതെല്ലാം ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഒരു അണ്ടർ 500 അങ്ങോട്ട് ആയിട്ടുള്ളൂ. അത് ആ ഓയിൽ ഡിസ്പെൻസറും അതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഒരു 6 കുഞ്ഞി കുപ്പി കിട്ടിയിട്ടുണ്ട്. കുഞ്ഞി കുപ്പികളും പിന്നെ 200 രൂപയ്ക്കും കൂടെ ആ വലിയ ഗ്ലാസ് ജാർസൊക്കെ കിട്ടി. അപ്പം എനിക്കിങ്ങനെ അറേഞ്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ അങ്ങനെ പോയപ്പോഴാണ് ഞാൻ ആ ബാഗിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കറി. കുറച്ച് പോർക്ക് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞ പരിപ്പും തക്കാളിയും, പിന്നെ മീൻ വറുത്തതുമായിരുന്നു ഇന്നത്തെ ഉച്ചയിലത്തെ കറി കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ കുക്ക് ചെയ്യണ നേരത്തെ റോഷൻ അവിടെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേക്യൂം ക്ലീനറും വെച്ച് നടന്നിട്ട് അവിടെ കിടന്ന മെസ്സാണിത്. പിന്നെ ഈ ബാഗിൻ്റെ കഥ, ഈ ബാഗാണ് റോഷൻ്റെ ബാഗ് മതി. ഈ ജവാനി ദിവാനിയിലുണ്ടല്ലോ ബാഗ് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ അതിന് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അവിടെ ഇരുത്തലാണ് ഇപ്പോഴത്തെ ഒരു ഹോബി. പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ TV ഒക്കെ ഇരുന്ന് കണ്ടു. സൂപ്പർ നാച്ചുറൽ, ഇത് റോഷാബി കാണുന്ന ഒരു പഴയ ഹൊറർ സീരീസാണ് നമ്മുടെ ഇതിൽ പ്രൈമിൽ. അങ്ങനെ സുഖിച്ചിരുന്ന് കാണാണ്ടില്ലേ. നമ്മളവിടെ കിടന്ന് കഷ്ടപ്പെടുക. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് പക്ഷേ ക്ലീനിങ് ഒക്കെ ചെയ്ത് തന്നു കേട്ടോ. ക്ലീനിങ് ഒക്കെ ചെയ്ത് തന്ന് പിന്നെ അതേ വീണ്ടും ഞാൻ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ മീനൊന്ന് നോക്കി. മീൻ ഇപ്പോഴും ശോചനീയ അവസ്ഥയിലാണ്. പിന്നെ ഞാനിത് ഷോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആട്ടോ. ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഉച്ചയൂണെന്ന് പറഞ്ഞൊരു സീരീസ് ഞാൻ ഷോർട്സായിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് അതിന് വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് ഞാൻ ഇതിലും കൂടെ ആഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ എന്തൊക്കെ സ്പെഷ്യലുണ്ട് ഉച്ചയ്ക്ക് എന്നുള്ള ഒരു സാധനമാണിത്. അപ്പോൾ ചോറുണ്ട്. ഇപ്പോൾ സുലേഖ അരിയാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടുപിടിച്ച സുലേഖ അരി അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റ്. അത് നന്നായി വേവിച്ച് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ വാഷ് ചെയ്ത് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി പരിപ്പും തക്കാളി വെന്ത് കാണാതായി. ഞാൻ കുറേ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 1-1.5 തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. തക്കാളിനെ കാണാണ്ടായി, എവിടെ പോയടോ. പിന്നെ കുറച്ച് പോർക്ക് ഉണ്ടായിരുന്നു, പോർക്കും ആഡ് ചെയ്ത്. മീൻ ഞാൻ എടുത്തില്ല, ഞാൻ ഇതിൽ വെച്ചു, പക്ഷെ ഞാൻ കഴിച്ചില്ല, അതാണ് സത്യം. ഇവിടെയാണ് ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കുക. ഞങ്ങൾ ടേബിളിരുന്ന് കഴിക്കാറില്ല, നമ്മളിങ്ങനെ TV കണ്ട് ഇവിടെ ഇരുന്നാൽ കഴിക്കാറ്. പൊതുവേ ടേബിള് വർക്ക് ചെയ്യാൻ മാത്രമായിട്ടാണ് ഉപയോഗിക്കാറ്. പിന്നെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ബക്കറ്റും കപ്പൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് റോഷൻ ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ബക്കറ്റും കപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് പോകും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രക്രിയ. കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുക്കണ്ടില്ലേ ബാഗിന്. എന്നിട്ട് ആ കസേര ഫുള്ള് തലോണയൊക്കെ വെച്ച് ബാഗിന് വേണ്ടി മാത്രമാക്കിയിട്ട് അവിടെ വെച്ചിരിക്കുക കേട്ടോ. അത് ഇരിക്കാനും പാടില്ല അതിൽ. എൻ്റെ ബാഗ് മതി ഇരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ അവിടേക്ക് അടുപ്പിക്കുക കൂടിയില്ല. ഞാൻ എങ്ങാലും മാറ്റിക്കരുന്ന് തല്ലും, അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ അതാണ് നമ്മുടെ റോഷൻ്റെ ബാഗ് മതി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ച തിരിഞ്ഞ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോയി ഗൈസ്. ഭയങ്കര ഫിലിം.